അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം, മുത്തുനബി കുടിച്ച പാനപാത്രങ്ങൾ, കഴിച്ച ഭക്ഷണ തളികകൾ എല്ലാം കൊണ്ടും ബറക്കത്തെടുക്കുകയും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരായിരുന്നു സ്വഹാബിമാർ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൻ്റെ 2007 ഹദീസായി കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ സഹ്ലു ബിൻ സഅദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഫഅഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഇദിൻ ഹത്താ ജലസ ഫീ സഖീഫത്തി ബനി സാഇദ ഹുവ വഅസ്ഹാബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളുടെ ഗോത്രമായ ബനൂ സാഇദക്കാരുടെ പന്തലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ വന്ന സ്വഹാബത്തും ഇരുന്നു. സുമകാല, പിന്നീട് മുത്തുനബി പറഞ്ഞു, ഇസ്കിന, ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരൂ എന്ന് സഹ്ൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. സഹ്ൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅഖ്റജതു ലഹും ഹാദൽ ഖദഹ, ഞാൻ ഈ പാത്രത്തെ ആ സമയത്ത് കൊണ്ടുവരികയും ഫഅസ്ഖൈതുഹും ഫീഹി, ഞാൻ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു. ഈ ഹദീസ് റിവായത്ത് ചെയ്ത റാവി അബൂ ഹാസിം പറയുന്നുണ്ട്, ഫഅഖ്റജ ലനാ സഹ്ലുൻ ദാലിക്കൽ ഖദഹ, ഒരിക്കൽ സഹ്ൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സഹ്ൽ റളിയല്ലാഹു അൻഹു അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ച, അവിടുത്തെ അധരങ്ങൾ സ്പർശിച്ച ആ പാത്രം എടുത്ത് കാണിച്ചു തന്നു. ഫശരിബിന ഫീഹി, ഞങ്ങളും അതിൽ നിന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് അബൂ ഹാസിം വീണ്ടും പറയുകയാണ്, സുമ്മസ്തൗഹബഹു ബഅദ ദാലിക ഉമർ ബിൻ അബ്ദുൽ അസീസ്, താബിഈകളിൽ പ്രമുഖനായ ഇസ്ലാമിലെ 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സഹ്ൽ റളിയല്ലാഹു അൻഹുവിനോട് ഈ പാത്രം അത് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയും ഫവഹബഹു ലഹു, മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ അബ്ദുൽ അസീസിന് ആ പാത്രം നൽകുകയും സമ്മാനമായി നൽകുകയും ചെയ്തു എന്ന് ഈ ഹദീസിൽ റിവായത്ത് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചൊരു പാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടുകൾ സ്പർശിച്ച ആ പാത്രം മഹാന്മാരായ സ്വഹാബത്ത് അതുകൊണ്ട് ബറക്കത്തെടുക്കുകയാണ്, അത് ദീർഘകാലം സൂക്ഷിക്കുകയാണ്. മാത്രമല്ല, അത് പിന്നീട് കൈവശപ്പെടുത്താൻ വേണ്ടി ഉമർ ബിൻ അബ്ദുൽ അസീസ് അടക്കമുള്ള താബിഈകളിലെ പ്രമുഖർ അതിന് മുന്നിടുകയും അവരത് കൈവശപ്പെടുത്തുകയും പിന്നീട് അവരും അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം ബോധ്യപ്പെടും. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മുഫ്ഹിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കുറച്ച് വാചകങ്ങൾ നമുക്ക് പരിശോധിക്കാം. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്തിഹാബു ഉമർ ബിൻ അബ്ദുൽ അസീസ് അൽ ഖദഹ മിൻ സഹ്ൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ പാത്രം ഉമർ തങ്ങൾ വാങ്ങിയത് ഇന്നമാ കാന അലാ ജിഹത്തി തബറുക് ബി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വലം യസൽ ദാലിക ബസ്സഹാബത്തി വത്താബിഈന വഅത്ബാഇഹിം, മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും താബിഈകളെയും അവരെ പിന്തുടർന്ന തബഉ താബിഈകളുടെയും എല്ലാവരുടെയും വൽ ഫുളലാഇ ഫീ കുല്ലി അസ്ർ, എല്ലാ കാലഘട്ടത്തിലുമുള്ള മഹാന്മാരുടെയും പതിവിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫകാന അസ്ഹാബുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തായിരുന്നു, യതബറകൂന ബിവളുഇഹി വശറാബിഹി വബിഅറഖിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്ത് മിച്ചം എന്ന വെള്ളം കൊണ്ട്, മുത്തുനബി കുടിച്ച പാനീയങ്ങൾ കൊണ്ട്, മുത്തുനബിയുടെ വിയർപ്പ് കൊണ്ട്, എല്ലാം കൊണ്ടും ബറക്കത്തെടുക്കുന്നവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. വയസ്തശ്ഫൂന ബിജുബ്ബത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ മുക്കിയ വെള്ളം കൊണ്ട് ചികിത്സ നടത്തിയിരുന്നവരായിരുന്നു.
വയതബറകൂന ബിആസാരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുമായിരുന്നു. വമവാത്തിനിഹി, മുത്തുനബി ചവിട്ടിയ സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കുമായിരുന്നു. വയദുഊന, അവിടെ വെച്ച് അവർ ദുആ ചെയ്യുമായിരുന്നു. വയസല്ലൂന ഇൻദഹ, മുത്തുനബിയുടെ ആസാറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവർ നിസ്കരിക്കുമായിരുന്നു. മഹാനവറുകൾ വീണ്ടും പറയുന്നു, വഹാദാ കുല്ലുഹു അമലുൻ ബിമുഖ്തലൽ അംരി ബിത്തഅ്സീരി വത്തഅലീം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ കൽപ്പനയനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ബറക്കത്തെടുക്കൽ മുഴുവനും. വനതീജത്തുൽ ഹുബ്ബിസ് സഹീഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ ഇഷ്ടത്തിൻ്റെ പ്രേമത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മുഫ്ഹിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാം. ഇതേ കാര്യം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അൽ ഖദഹല്ലദീ ശരിബ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച ഈ പാത്രം, ഇത് ഫീഹി അത്തബറുക് ബി ആസാരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവം അതിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കാം എന്നതിനുള്ള തെളിവുണ്ട്. മാത്രമല്ല വമാ മസ്സഹു ഔ ലബിസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ച വസ്തുക്കൾ കൊണ്ട്, നബി തങ്ങൾ ധരിച്ച വസ്തുക്കൾ കൊണ്ട്, ഔകാന മിൻഹു ഫീഹി സബബുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യമുണ്ടോ അതുകൊണ്ടെല്ലാം ബറക്കത്തെടുക്കാം എന്നതിനുള്ള തെളിവാണ് ഇതെല്ലാം. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഹാദാ നഹ്വു മാ അജ്മഉ അലൈഹി, ഇത് മഹാന്മാരെല്ലാം ഇജ്മാ ആയി അംഗീകരിച്ച കാര്യമാണ്. വഅത്ബഖ സലഫു വൽ ഖലഫു അലൈഹി, മുൻഗാമികളെന്നോ പിൻഗാമികളെന്നോ വ്യത്യാസമില്ലാതെ സർവരും അംഗീകരിച്ച കാര്യമാണ്. മിനത്തബറുക്കി ബിസ്സലാത്തി ഫീ മുസല്ല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിച്ചുകൊണ്ട് ബറക്കത്തെടുക്കുന്നത്, അതായത് ഫീ റൗളത്തിൽ കരീമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ, മാ ബൈന ബൈത്തി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗളയിൽ നിസ്കരിക്കൽ, വദുഖൂലിൽ ഗാരിൽ ലദീ ദഖലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ച ഗുഹകളിൽ ഗാറസൗറിലും ഗാർ ഹിറയിലുമെല്ലാം പ്രവേശിക്കൽ, വഗൈരി ദാലിക, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഇതിൽപ്പെട്ടതാണ്. വീണ്ടും പറയുന്നു, വമിൻഹാദ, ഇതിൽപ്പെട്ടത് തന്നെയാണ് ഇഅ്താഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബാ തുൽഹത്ത ശഅറുഹു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അവിടുത്തെ മുടി വടിച്ചുകൊണ്ട് അത് കൈമാറുകയും ലിയഖ്സിമഹു ബൈനന്നാസ്, ജനങ്ങൾക്ക് അത് വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത ആ സംഭവം അതും ഇതിൽപ്പെട്ടതാണ്. മാത്രമല്ല വഇഅ്താഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിക്വതൻ ലിതുകഫിന ഫീഹി ബിൻതുഹു റളിയല്ലാഹു അൻഹാ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ കഫൻ ചെയ്യാൻ വേണ്ടി അവിടുത്തെ അരയെടുപ്പ് നൽകിയത്. അതുപോലെ ധാരാളം കാര്യങ്ങൾ. വതമസ്സഹു ബിവളുഇഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്ത വെള്ളത്തിന്റെ ശേഷിച്ചത് കൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ശരീരത്തിൽ പുരട്ടിയത്. വദല്ലകു വുജൂഹഹും ബിനുഖാമത്തിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഫം കൊണ്ട് മുഖത്ത് പുരട്ടിയത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഹാദിഹി കസീറത്തുൻ മഷ്ഹൂറത്തുൻ ഫി സ്വഹീഹി, ഇതെല്ലാം സ്വഹീഹായി ഏറെ പ്രസിദ്ധമായ കാര്യമാണ്. വകുല്ലു ദാലിക വാളിഹുൻ, ഇതെല്ലാം വളരെ വ്യക്തമായ വിഷയങ്ങളുമാണ്. ലാ ശക്ക ഫീഹി, അതിൽ സംശയത്തിന് ഒരിടവുമില്ല എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി അവിടുത്തെ ശറഹു മുസ്ലിമിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം ബറക്കത്തെടുക്കുകയും അതിനെയെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരെല്ലാം ഇത് അംഗീകരിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വെക്കുകയും നമ്മോട് അത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുന്നവരിലും അതുകൊണ്ട് വിജയിക്കുന്നവരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.